അസ്സലാമു അലൈക്കും. ഇന്ന് കഫ്റ്റീരിയയിലൊക്കെ കസ്റ്റമേഴ്സ് ഏറ്റവും അധികം ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്, തബക്കാത്ത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. റെസിപ്പിയിലേക്ക് കിടക്കാം. തബക്കാത്ത് 3 ലെയറായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് ആദ്യത്തെ ലെയർ മാങ്ങയാണ്. രണ്ടാമത്തെ ലെയർ ആദ്യം ഞാൻ കരുതി സ്ട്രോബെറി വെച്ച് ചെയ്യാമെന്ന്. പിന്നീട് ഞാൻ സ്ട്രോബെറി 3rd ലെയറാണ് ചെയ്തത്. സെക്കൻഡ് ലെയർ അവക്കാഡോ ആണ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ സ്ട്രോബെറി ഇല്ലെങ്കിൽ ബാക്കി 2 ലെയറാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ മാംഗോൻ്റെ ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ മാങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളവും 1/4 ഗ്ലാസ് പാലും ആഡ് ചെയ്യാം. ഞാൻ ഈ പാലിൽ ഓൾറെഡി വെള്ളം ആഡ് ചെയ്തുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്യാത്തത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഐസ്ക്രീം ഓപ്ഷണലാണ്. അപ്പോൾ വീട്ടിലൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ ഐസ്ക്രീം ഒഴിവാക്കാം. നിങ്ങൾക്ക് ഇതിനേക്കാൾ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സും ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം എൻ്റെ കയ്യിലുള്ള മാങ്ങക്ക് നല്ല പുളിയായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല മധുരമുള്ള മാങ്ങയായിരിക്കുമല്ലോ, അപ്പം അനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായി അടിച്ചെടുക്കുക. അപ്പോൾ ഫസ്റ്റ് ലെയർ ഇവിടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ കുറച്ച് അധികം തന്നെ ഒഴിക്കുക, കാരണം മേലത്തെ ലെയേഴ്സിനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ ഫസ്റ്റ് ലെയർ ഒഴിച്ചു കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയറായ അവക്കാഡോൻ്റെ ലെയർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അവക്കാഡോ ചെറിയ പീസായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ഗ്ലാസ് പാലും 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുക്കുക. ഞാൻ പിന്നീട് കുറച്ചധികം വെള്ളവും പാലും ആഡ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ഇതിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ഐസ്ക്രീമും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി അടിച്ചെടുത്ത് മാംഗോൻ്റെ ലെയറിൻ്റെ മേലെയായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഈ അവക്കാഡോൻ്റെ ലെയർ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സെയിം റൗണ്ടിലാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ ചുറ്റിച്ചൊഴിക്കണം. ഞാനിതിപ്പം ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഡയഗണലായിട്ടാണ് കേട്ടോ ഇത് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സൈഡിലേക്ക് അമർത്തിയിട്ടാണ് ഒഴിച്ചത്. ഇനി മൂന്നാമത്തെ ലെയറിന് വേണ്ടി സ്ട്രോബെറി ചെറിയ പീസാക്കി കട്ട് ചെയ്തത് ഒരു 8 സ്ട്രോബെറി ഉണ്ട്, കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ഗ്ലാസ് പാലും 1/4 ഗ്ലാസ് വെള്ളവും ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഇടണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ സ്ട്രോബെറി കുറച്ച് തിക്കാവാൻ വേണ്ടി കുറച്ച് അധികം തന്നെ ഐസ്ക്രീംസ് യൂസ് ചെയ്യേണ്ടി വരും. 5 ടേബിൾ സ്പൂൺ ഐസ്ക്രീം യൂസ് ചെയ്യാം. പിന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. സ്ട്രോബെറിക്ക് പുളി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം പഞ്ചസാര ആഡ് ചെയ്യാം. ഇനി ഇത് പതുക്കെ അതിൻ്റെ മേലത്തെ ലെയറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്കിത് റൗണ്ടായിട്ട് വേണമെങ്കിൽ ചുറ്റിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. അപ്പം ഞാൻ ഒരു ഗ്ലാസ്സിൽ ഈ രീതിയിലും വേറൊരു ഗ്ലാസ്സിൽ റൗണ്ടായിട്ടാണ് കേട്ടോ ചെയ്തത്. ഗസ്റ്റൊക്കെ വരുമ്പം വെറൈറ്റി ആയിട്ട് ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്